ഹായ് ഫ്രണ്ട്സ്, റിസൾട്ട് ഏകദേശം വെബ്സൈറ്റിലേക്ക് വന്ന് തുടങ്ങുന്നുണ്ടെന്നാണ് അറിയുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്തോ? നിങ്ങൾ +2 എക്സാം എഴുതിയ കുട്ടികളാണോ? റിസൾട്ട് ചെക്ക് ചെയ്തെങ്കിൽ എങ്ങനെയുണ്ട് നിങ്ങളുടെ റിസൾട്ട്? പ്രതീക്ഷിച്ച ഗ്രേഡ് മാർക്ക് കിട്ടിയിട്ടുണ്ടോ? സ്കൂളിലെ മൊത്തത്തിലുള്ള റിസൾട്ട് എങ്ങനെയാണ്? നിങ്ങൾ ഹാപ്പിയാണോ? ഈ റിസൾട്ടിൽ നിങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെ വന്നോ? ഹാപ്പിയാണോ അല്ല വിഷമമുണ്ടോ? എന്തായാലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. സ്കൂളിൽ മൊത്തത്തിൽ എങ്ങനെ A+ൻ്റെ എണ്ണത്തിൽ കുറവുണ്ടോ? റിസൾട്ട് കൂടിയിട്ടുണ്ടോ? നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വന്നോ? അല്ല പ്രതീക്ഷയ്ക്കപ്പുറം നന്നായിട്ട് കുറഞ്ഞു പോയോ? എന്തായാലും ഇന്നത്തെ റിസൾട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യം, നിങ്ങളുടെ ഇമോഷൻസ് വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. എന്തായാലും കിട്ടിയത് എന്തോ ആവട്ടെ, ഫുൾ A+ ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ A+ പ്രതീക്ഷിച്ചിട്ട് കിട്ടാതിരുന്നതാവട്ടെ, അല്ലെങ്കിൽ ഫുൾ മാർക്കാവട്ടെ, മാർക്ക് ഇത്തിരി കുറഞ്ഞതാവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഹയർ എഡ്യൂക്കേഷന് ക്വാളിഫൈഡ് ആവാതാവട്ടെ, എന്തോ ആവട്ടെ, ഇതൊന്നും ഒന്നിൻ്റെയും അവസാനമല്ല. എങ്കിലും നമുക്ക് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് മറ്റുള്ളവരോട് പറയുമ്പോൾ, സന്തോഷം പറയുമ്പോൾ അത് ഇരട്ടിയാവുമെന്നും സങ്കടം പറയുമ്പോൾ അത് ഹാഫായി കുറയുമെന്നല്ലേ മനഃശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ധൈര്യമായിട്ട് ഷെയർ ചെയ്യാം. ഇനി നെക്സ്റ്റ്, ഈ നിമിഷം കഴിഞ്ഞു, അടുത്ത നിമിഷത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക, മുന്നോട്ട് തന്നെ പോകുക. നമ്മളൊരിക്കലും സ്റ്റക്കാവരുത്, നമ്മൾ മുന്നോട്ട് തന്നെ പോകുക. ഇനി ഒരുപാട് വഴികളുണ്ട് നമ്മുടെ മുന്നിലേക്ക്. അതിൽ ബുദ്ധിപൂർവമായി ഇരുന്നു കൊണ്ട്, ഇമോഷൻ ആയിരിക്കുന്ന അല്ലെ വികാരത്തിന് അടിമപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത്. ശാന്തമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ തീരുമാനമെടുക്കുക. അത് അടുത്ത കോഴ്സ് ആവട്ടെ, അല്ല അടുത്ത ഈ ബെറ്റർമെൻ്റ് ആവട്ടെ, എന്തോ ആവട്ടെ, നല്ലൊരു തീരുമാനമെടുത്തിട്ട് മുന്നോട്ട് തന്നെ പോകുക. എന്തായാലും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ കമൻറ്റിനായി ഞാൻ കാത്തിരിക്കുന്നു.